നല്ല ഇഫക്റ്റീവ് 1-to-1 ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു വീണ്ടും ഒരു ബാറ്റിലൊക്കെ എന്താ അറിയാം, ഒരു നല്ല കാര്യം നമുക്ക് പറയണമെങ്കിൽ ഇപ്പൊ സിയാജ് ഭായിയോട് KBS എങ്ങനെയാന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ സിയാജ് ഭായി കുഴപ്പമില്ല കേട്ടോ, പക്ഷെ എന്റെ കുട്ടികളൊന്നും പഠിച്ചിട്ടില്ല, അവന്റെ എനിക്ക് ശരിക്കും അറിയില്ല എന്ന് പറയും. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് ഗോസിപ്പ് കേൾക്കുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാണ്, പേയ്മെന്റ് ഡിലേ ആണ് കേട്ടോ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നില്ല കേട്ടോ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്കൊരു മടിയില്ല, നമുക്ക് എക്സ്പീരിയൻസ് വേണ്ട. വേറെ ചെവിന്ന് കേട്ടാൽ നെഗറ്റീവ് നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷെ പോസിറ്റീവ് പറയാൻ നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് മാറണം. പോസിറ്റീവ് പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ മെമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം, അവരുടെ പ്ലസും മൈനസും മനസ്സിലാക്കണം. പ്ലസ് പുറത്തേക്ക് പറയണം, മൈനസ് ഉണ്ടെങ്കിൽ ആസ് എ ഫ്രണ്ട് വിളിച്ചിരുത്തിയിട്ട് നിന്റെ എല്ലാം അടിപൊളിയാട്ടോ, ഇങ്ങനൊരു സംഭവം നെഗറ്റീവ് ഫീഡ്ബാക്ക് കേട്ടു, അതൊന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് ഇനി ക്ലയൻസിനെ കൊണ്ടുവരാത്തോന്ന് പറയാനുള്ള ഗട്ട്സും സ്നേഹവും ഓരോ BNA മെമ്പറും കാണിക്കണം. അത് ഞാൻ BNA ആയിപ്പോ അതിന് ബിസിനസ് കൊടുത്തേ മതിയാവുള്ളൂ, ഞാൻ പെട്ടുവിട്ടാ അവന് ബിസിനസ് കൊടുത്തു എന്ന് പറയുന്നതിന് പകരം ഈ 9+ നിങ്ങളുടെ നെഗറ്റീവ് 1 ആയിരുന്നു കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇനി ക്ലയൻസിനെ കൊണ്ടുവരായിരുന്നു എന്ന് പറയാനുള്ള ആർജവം എപ്പോ BNA ഫാമിലിയിൽ വരുന്നോ അപ്പൊ ലീഡ്സ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തും, നന്നായി കളിക്കുന്നവർ കളിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തവർ സൈഡ് ലൈൻ ചെയ്യപ്പെടും. ഇതിനെല്ലാവരും ഒറ്റക്കെട്ടോടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ജിജിയേട്ടൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്പെസിഫിക് ടാസ്കിൽ നമ്മൾ ചോദിക്കുന്ന ചില സംഭവങ്ങൾ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് കൈവെക്കും, എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ കഴിച്ചിലാക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പാടില്ല. സ്പെസിഫിക് ടാസ്ക് നമ്മളൊരാൾക്ക് വഴികാട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജിജിയേട്ടനെ ഞാൻ ഇന്ന പ്രിൻസിപ്പളോട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിജിയേട്ടൻ നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് ജിജിയേട്ടനെ കുറിച്ച് ഒരു 10 ലൈൻസ് എങ്കിലും പറഞ്ഞിട്ട് വേണം സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇനിയും വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.